ഒരു തരം ചീര അടിയില് റോസ്, അത് വേറെ തരം. ഒരു തരം വിത്ത് 2 വിധം ഉണ്ടായിരുന്നു. 2 അല്ല 4-5 വീതമുണ്ട്. ഇത് വേറെ തരം. 2 അപ്പൂന് വേണത്തോ. മാമു തിന്നണോ, ഇല കൂട്ടിയിട്ട് മാമു തിന്നണോ, എന്റെ അപ്പൂന് മാമു തിന്നണോ, എന്റെ അപ്പൂന് മാമു തിന്നണം. തീരെ കൂട്ടി മാമു ഉണ്ടായി ബുദ്ധി വരും. എന്റെ കുട്ടിക്ക് വാഴ വളർന്നടങ്ങി തീരപ്പേര് കൂട്ടണം. അയ്യോ ഇങ്ങോട്ടൊക്കെയാ. അയ്യോ എന്റെ കുട്ടി ഇതാ തിന്നണോ ഈശ്വരാ. അച്ഛപ്പ നാളെ വെച്ചിട്ട് തരും എന്റെ കുട്ടിക്ക് തീരപ്പേര്. ചീര കഴിച്ചിട്ട് അപ്പന് മസിൽ വന്നു പപ്പയുടെ പോലെ. എത്തിയില്ല. എന്താ പറയണേ മുത്തശ്ശി? പേരക്കേ പഴുത്തത് ഇതിന്റെ ഉള്ളില്. എവിടെ? അതാ ഒന്നാള് വീണ്ടിരിക്കുന്നേരം അവരെ കെട്ടിയില്ല. ഇതൊക്കെ മുരിങ്ങാമരം കിടക്കണു. അയ്യോ അത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. ഞാനത് വെറുതെ പറഞ്ഞാന്ന് വിചാരിച്ചു. നല്ല കഥയല്ലേ. നോക്ക് അത് ഇനി മുറിച്ച് അവിടുന്ന് വേറെ എടുക്കണമെങ്കിൽ മോൻ വരണം. അച്ചമ്മക്ക് ഇറങ്ങാൻ പറ്റൂലോ? എനിക്ക് ഇറങ്ങും. അച്ചമ്മ ഉണ്ടല്ലോ, ഒരു ദിവസം എന്നോട് പറയാ അച്ചമ്മക്ക് പിടിക്കാൻ പറ്റിയെങ്കിൽ അച്ചമ്മ ഈ ഷീറ്റിൽ ഇറങ്ങിയിട്ട് അവിടെ കടിച്ച് വൃത്തിയാക്കുന്നു. ആ പറഞ്ഞ ആളാണ് ഞാനല്ലേ. എനിക്ക് വഹിക്കണ്ടേ? ചത്തോ അച്ചമ്മ അന്ന് പറഞ്ഞില്ല അച്ചമ്മക്ക് വൈക്കെങ്കിൽ ഇവിടെ ഇറങ്ങി ഇങ്ങോട്ടൊക്കെ പഴുത്ത വരയ്ക്ക. അയ്യോ കണ്ടൂടെ നമുക്ക് തള്ളിടാം. വേണ്ട അങ്ങോട്ട് പോകും. ഒന്നവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കിട്ടിയില്ല. ഇതാണ് അച്ചമ്മയുടെ എഞ്ചിനീയറിംഗ്. മീനിനെ പിടിക്കുന്ന വലയാണ് കേട്ടോ. കുറച്ച് പണിയുണ്ട്. ഇത് ആരെങ്ങനെ കെട്ടിണ്ടാക്കിയത്? ഞാൻ കെട്ടിണ്ടാക്കിയത് തന്നെയാണ്. അല്ലാണ്ടൊക്കെ ആരെ കെട്ടി തരാൻ. അതൊന്നും കൂടി കെട്ടിണ്ടാക്കാൻ അപ്പോഴേക്കും ഇവിടെ വെയിൽ വന്നായി. അതെന്തിനാ കെട്ടിയതെന്ന് പറഞ്ഞു കൊടുക്കും. അതെന്തിനാ കെട്ടിയത് അറിയോ? അത് മാങ്ങ അതിൽ വീഴാൻ വേണ്ടിട്ട്. ഈ മുത്തശ്ശിക്ക് 94 വയസ്സെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? ഇതെങ്ങനെ വേണമെന്നറിയോ? കുറച്ച് നന്നാക്കി ഇത് ഇവിടെ മുറിക്കണം. ഇവിടെ മുറിച്ച് കളഞ്ഞിട്ട് മാങ്ങേന്റെ കണ്ണ് ഇതിൽ കൊടുങ്ങും. അപ്പൊ ഇങ്ങോട്ട് വലിക്കും. അപ്പൊ മാങ്ങ അതിൽ വീഴും. ഇത്ര സാമർത്ഥ്യക്കാരിയായിരുന്നല്ലേ? ഒട്ടും സാമർത്ഥ്യല്ല. ഞാൻ നാട്ടിൽ കഴിയോ? മദ്രാസ് മാങ്ങയാണിത്. അത് പറഞ്ഞു കൊടുക്കൂ കഥ. മദ്രാസിന്ന് ആങ്ങള 3 മാങ്ങ കൊണ്ടുവന്നു. 3 മാങ്ങ കൊണ്ടുവന്നിട്ട് ഒന്ന് എനിക്ക് തന്നു, ഒന്ന് ഓനെടുത്തു, ഒന്ന് എന്റെ അമ്മയ്ക്ക് എടുത്തു. അത് ഞാൻ 2 കുഴിച്ചിട്ടു. 2 കുഴിച്ചിട്ട് മുളപ്പിച്ചു. അപ്പൊ അത് ഇത്ര തയ്യായി. ഞങ്ങൾ പോരാനായപ്പോഴേക്ക് ഞാനത് പറിച്ചു. തറവാട്ടിലായിരുന്ന സമയത്ത് ഞാനത് പറിച്ചു കൊണ്ടുവന്നു. അതവിടെ വെച്ചു. കണ്ട അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് കഴിക്കാനായി അല്ലേ? ഒന്നവിടെ കൊണ്ടുപോയി വെച്ചിങ്ങനെ പഴുത്തരിങ്ങി പഴുത്തു. ഇനി അതാ ഒക്കെ പറിക്കാണ്ട്. മാങ്ങയ്ക്ക് നല്ല രുചിയാണ്, ഇതിലും നല്ല രുചിയാണ്. അപ്പൊ ഞങ്ങൾ ചീര പറിക്കാൻ വേണ്ടി വന്നിട്ട് വൈകുന്നേരം നല്ല മഴക്കാറുണ്ട്. മോളെ 2 മണി പരിപ്പ് വേവിച്ചാലേ 2 പോരട് തല പറിച്ചുണ്ടായിട്ട കഴുകിട്ടാ മതി. അറിയോ? കഴുകേണ്ട ആവശ്യം കൂടെ ഇല്ല. അത്രയ്ക്കും വൃത്തിയുണ്ട്. നോക്കി ഒരു കേടുമില്ല. കേടൂല കേട്ടോ. എമ്പള് നരകിച്ച അമ്പക്ക് ഉണ്ടാവും. അതിന് ആർക്കും ഉണ്ടായിട്ട് അമ്പക്ക് കിട്ടില്ല. അമ്പക്ക് ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. കടയിൽ നിന്ന് കിട്ടും. കടയിൽ നിന്ന് കിട്ടും. പണം കൊടുക്കണം. പണം കൊടുക്കണം.